നമസ്കാരം. ഡോക്ടർ സന്ദീഷിന്റെ 2 പുസ്തകങ്ങളാണ് നമ്മളിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. എല്ലാവരെയും വേദിയിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്യാനുണ്ട്. അത് ആദ്യം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് Online gaming and gambling to pornography, social media dependency, and even virtual autism. When excessive online use disrupts studies, work, family life, and emotional well-being, it becomes a serious mental health concern. Alongside addiction, chemicals like Netflix scams and digital arrest codes are pushing vulnerable individuals to despair. I've met many such people in my journey as a clinical psychologist. I have been fortunate to get several of them back to hope and life. Their stories and their research since 2009 form the heart of this mental health in the digital era. Challenges, opportunities, and case studies explores internet addiction, cyber risk, early warning signs, recovery strategies, and healthy digital habits through real-life experience and case narrative. My second book, published by DC Books, is being launched here today at the Sharjah International Book Fair 2025. It's a great honor that most respected Sharjah Book Authority External Affairs Executive Mr. Mohan Kumar sir and his beloved wife, Srimati Geeta Mohan, renowned writer, are gracing this moment by handing over the book to their dear, vibrant grandchildren, Upasana and Guchu. The book, Mental Health in the Digital Era, is being introduced by the most loved pediatrician and popular YouTuber, Dr. Soumya Sarif, whose compassionate work continues to inspire so many. Thank you all for being here and sharing this special moment with me. Thank you. വേദിയിലേക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീമതി ഗീത മോഹനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഡോക്ടർ സൗമ്യ സരിൻ പുസ്തകം സ്വീകരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉപാസനയും ഉജ്ജ്വലുമാണ്. അവർ 2 പേരെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 2 പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകം സ്വീകരിക്കുന്നതും ആശംസകൾ അർപ്പിക്കുന്നതുമായിട്ടുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരി ഹണി ഭാസ്കറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ സന്ദീപ്, ഡോക്ടർ സന്ദീപിനെയും കൂടി വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സന്ദീഷ് പി ടി. ഡോക്ടർ സന്ദീഷിനെ നമുക്കെല്ലാവർക്കും കഴിഞ്ഞ വർഷം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് നമ്മൾ കണ്ട് പരിചയപ്പെട്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, പുസ്തകം പ്രകാശനം ചെയ്യാൻ സ്ലോട്ട് കിട്ടാതെ ഞങ്ങൾ കോഴിക്കോടുകാരുടെ കുതിരവട്ടം ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിചയമുണ്ടായിരുന്നു. എന്നോട് വന്നിട്ട് ചോദിച്ചു, ഷഹനാസ് വിചാരിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചാലല്ല, നമ്മുടെ മോഹനേട്ടനും ഗീതേച്ചിയുമാണ് ഇവിടെ അതൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് മോഹൻ സാറിൻ്റെ അടുത്തെത്തിച്ചു. അന്ന് മുതൽ എനിക്ക് തോന്നുന്നു ഈ നിമിഷം വരെ ആ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട്, അത് ആ കുടുംബത്തിനോട് ഏതൊരു മനുഷ്യനും ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ചേർന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. വീണ്ടും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഡോക്ടറിന് വരാൻ തോന്നിയിട്ടുള്ളതും ഇവരുടെയൊക്കെ നമ്മുടെയൊക്കെ സ്നേഹമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു ഡോക്ടർ സൗമ്യ സരിൻ്റെ സംഭാഷണങ്ങൾ കേൾക്കാം. സൗമ്യ ഓൾറെഡി 2 പുസ്തകങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉള്ള ഒരു 2 പുസ്തകങ്ങൾ ഇതിനകം തന്നെ പ്രകാശനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഏറെ ചർച്ചകൾ ചെയ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണിത്. നമുക്ക് ആദ്യം സൗമ്യയെ കേൾക്കാം. നമുക്കറിയാം, ഇന്റർനെറ്റും മൊബൈലും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. 2 ദിവസം മുമ്പേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് സാധാരണ എല്ലാം എടുത്തുനിന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പോവുക. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മൊബൈൽ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. കുറച്ച് സമയത്തേക്ക് തിരിച്ചാ മൊബൈൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത് വരെ ആകെ മൊത്തം ഒരു വിമിഷ്ടൽ, ഒരു ശ്വാസം മുട്ടൽ. കാരണം കംപ്ലീറ്റ്ലി നമ്മൾ ലോകത്തിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയ പോലെ. എനിക്കൊരാളെ വിളിക്കാൻ ഒരു നമ്പർ പോലും കാണാണ്ട്, എൻ്റെ ഹസ്ബൻഡിന്റെ നമ്പർ അല്ലാതെ ഒരാളെ നമ്പർ പോലും എനിക്ക് കാണാണ്ട് അറിയില്ല. വീട്ടിൽ ലാൻഡ് ലൈൻ ഉണ്ട്, എൻ്റെ അച്ഛന് മൊബൈൽ ഉണ്ട്, ഇവരുടെ എന്നും വിളിക്കാനുള്ള നമ്പറുകൾ എനിക്കറിയില്ല. അപ്പൊ ഒരു മൊബൈൽ പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആണ് എല്ലാത്തിൽ നിന്നും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ മൊബൈല് അതിന് നല്ല വശമുണ്ട്, ചീത്തവശമുണ്ട്. അല്ലെങ്കിൽ ഇന്റർനെറ്റ്, ഈ പറയുന്ന വെബ്, whatever. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ട് ഇപ്പൊ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടപ്പോൾ കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? കുറെ ഗെയിമിങ്ങുകൾ, കുറെ ആപ്പുകൾ, കുറെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ന്യൂസുകൾ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഒരു എക്സ്ട്രീം കേസസ് ആണ് എന്ന് വെച്ചാൽ പോലും ഇന്ന് ഞാനൊരു കുട്ടികളുടെ ഡോക്ടറാണ്. ഇന്ന് OP യിൽ കാണുന്ന കേസുകളിൽ നല്ലൊരു ശതമാനം, എനിക്ക് തോന്നുന്നു ഒരു 25 to 30% കേസുകൾ അസുഖമായിട്ട് വരുന്നവരല്ല.
അതായത് അച്ഛനമ്മമാർ അവരുടെ ഭയങ്കരമായിട്ട് വളരെ സങ്കടത്തോടുകൂടി നമ്മുടെ മുമ്പിലിരുന്ന് എൻ്റെ മുമ്പിലിരുന്ന് എത്രയോ അമ്മമാര് കരയാറുണ്ട്. കാരണം കുട്ടികളുടെ ഈ ഒരു അഡിക്ഷൻ മൂലം പഠനത്തിൽ പുറകോട്ട് പോകുന്നു. അത് പിന്നെ നമുക്ക് അറിയുന്ന കാര്യം. അതിനേക്കാൾ ഉപരി അവരുടെ സ്വഭാവം, അവര് വീട്ടിലുള്ള അവരുടെ പെരുമാറ്റം, അവരുടെ ആകമൊത്തമുള്ള അവരുടെ ജീവിതം എല്ലാ തരത്തിലും വളരെയധികം ഒരു അവസ്ഥയിലേക്ക്, വല്ലാത്തൊരു മോശമായ അവസ്ഥയിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഇന്ന് ഞങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്നെ പോലെയുള്ള എല്ലാവരും അത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മോളുടെ കാര്യത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ സ്കൂളിൽ നെറ്റ് ആവശ്യമാണ്, ഇന്റർനെറ്റ് കാര്യങ്ങളും ലാപ്ടോപ്പും മൊബൈലും ഒക്കെ അവരുടെ കയ്യിൽ അവരുടെ പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തേ പറ്റും. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ കയ്യിലല്ല അവരുടെ യൂസ്. നമുക്കറിയാലോ, ഈ നമ്മുടെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്ഷമ ഇത് ഇന്ന് വളരെ കുറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്ന് ഷോർട്സിന്റെയും റീൽസിന്റെയും കാലഘട്ടമാണ്. നമ്മളിൽ എത്ര പേർക്ക് പണ്ട് നമ്മൾ 10-15 അരമണിക്കൂർ ഇന്നൊരു സിനിമ നമുക്ക് OTT കണ്ടു തീർക്കാൻ, നല്ല സിനിമ കാണുമ്പോൾ നമ്മൾ ഒറ്റ ഇരിപ്പിന് കണ്ടു തീർക്കും അല്ലെ. കുറച്ചൊരു ബോറിംഗ് ആണെങ്കിൽ എത്ര തവണകളായിട്ടാണ് നമ്മൾ കണ്ടു നിൽക്കുന്നത്. അത് സിനിമ ബോറിംഗ് ആയതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ക്ഷമ, നമ്മുടെ ആ ഒരു പേഷ്യൻസിന്റെ ലെവല്, അറ്റൻഷൻ സ്പാനൊക്കെ അത്രത്തോളം കുറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല, ഇന്ന് എന്റെ മോളൊക്കെ ഞാൻ വീഡിയോ കാണുമ്പോഴേ ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അടുത്ത വീഡിയോയിലേക്ക് സ്കിപ്പ് ചെയ്യും. അതായത് സെക്കൻഡ്സ് മാത്രമാണ് അവരൊരു വീഡിയോ പ്ലേ ചെയ്യാനുള്ള അവരുടെ ആ ഒരു ക്ഷമ ഉള്ളൂ. മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് നോക്കിയോ, ഒരു പാഠം വായിച്ച് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ടത് ക്ഷമയും കാര്യങ്ങളൊക്കെയാണ് അല്ലെ, അറ്റൻഷൻ. നമുക്ക് അതിന് നമ്മളെ പിടിച്ചു നിർത്താൻ സാധിക്കണം. കുട്ടികൾക്ക് ഇന്നത് സാധിക്കുന്നില്ല. വളരെ അതിനേക്കാൾ ഉപരി നമ്മുടെ ബന്ധങ്ങൾ, ഈ ക്ഷമ എന്ന് പറയുന്നതും അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നതും നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ അത്യാവശ്യമാണ്. നമുക്കൊരാൾ പറയുന്നത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമ വേണം, അത് മനസ്സിലാക്കി റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം വേണം, ക്ഷമ. ഇതൊന്നും നമുക്ക് ഇന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ജെൻസി കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തെ വരെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ വരെ അത് വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇന്നത്തെ ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡോക്ടർ സന്ദീഷ് അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇന്ന് നമുക്ക് പല വാക്കുകൾ, ഹാക്കിംഗ്, ഡാർക്ക് വെബ്, ഇതൊക്കെ അല്ലെ നമ്മൾ ദൈനംദിനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുക, എങ്ങനെയാണ് നമ്മളത് കുട്ടികളെ അതിൽ നിന്ന് എടുത്തു മാറ്റുകയല്ല ഒന്നിന്റെയും സൊല്യൂഷൻ അല്ലെ. കംപ്ലീറ്റ്ലി അവരെ അതിൽ നിന്ന് മാറ്റാൻ നമുക്ക് സാധിക്കില്ല, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എങ്ങനെ നമുക്ക് റെസ്പോൺസിബിളി അവരെ അത് യൂസ് ചെയ്യാൻ ശീലിപ്പിക്കാം, അവരെ മാത്രമല്ല നമ്മളെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ഇന്നത്തെ ഇപ്പൊ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തെ പറ്റിയിട്ട് ഏറ്റവും ഞങ്ങൾ ഇന്ന് കാണുന്ന വലിയൊരു ത്രെട്ട്, അത് ഡോക്ടർ സന്ദീഷും ഞാനുമായിട്ട് യോജിക്കുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ സന്ദീഷ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ തവണ കാണുമ്പോൾ അദ്ദേഹം കുതിരവട്ടത്താണ്, ഇപ്പോ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു സൈക്കോളജി എന്ന് പറയുന്ന മേഖലയിൽ പഠിച്ച് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. എന്നാൽ ഇന്ന് സൈക്കോളജിസ്റ്റുകളിൽ നല്ലൊരു ശതമാനം ആളുകളും വെറും 3 മാസത്തെയും 6 മാസത്തെയും കോഴ്സുകൾ ചെയ്ത് സൈക്കോളജിസ്റ്റിന് ബോർഡും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വളരെ മോശമായിട്ടുള്ള പ്രവണത അതിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ സൈക്കോളജി എന്ന് പറയുന്നതും സൈക്യാട്രി എന്ന് പറയുന്നതും ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്. നമ്മുടെ കണ്ണിനും മൂക്കിനും കിഡ്നിക്കൊക്കെ രോഗം വരുന്ന പോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു അവസ്ഥയാണ്. അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയാണ് ആവശ്യം. പക്ഷേ നിങ്ങൾ പോകുന്ന സമയത്ത് ഇന്നെന്തായാലും ഫേക്ക് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റുകൾ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് കണ്ട് മാത്രം നിങ്ങൾ പോകാതിരിക്കുക. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക, അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് നമ്മളവിടെ പോയി എല്ലാം പറഞ്ഞ് അവരുടെ ഗൈഡൻസിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോവുക. അത് പിഴച്ചു പോയി കഴിഞ്ഞാൽ വളരെയധികം അപകടങ്ങൾ ഞാൻ പേഴ്സണലി തന്നെ പലരെയും കണ്ടിട്ടുണ്ട്. സോ അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മെന്റൽ ഹെൽത്ത് ഇൻ ദ ഡിജിറ്റൽ ഇറ എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എഴുത്തുകാരി ശ്രീമതി ഗീതാ മോഹൻ. സ്വീകരിക്കുന്നത് നമ്മുടെ ഉപാസനയും ഉജ്ജ്വലമാണ്. നമുക്ക് ഗീതേച്ചിയെ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 വർഷം മുന്നേ ഡോക്ടർ സന്ദീഷ് വന്ന ഈ ഒരു പുസ്തകം ഇന്റർനെറ്റും മാനസികാരോഗ്യം
ഈ ഒരു പുസ്തക പ്രകാശന വേദിയിൽ ഞാനുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാനത് കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ തോന്നിയിരുന്നു ഇതെല്ലാ ഭാഷകളിലും വരേണ്ട ഒരു പുസ്തകമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വീട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഉണ്ട് മക്കള്. അവരേത് നേരവും ഒന്നും എൻ്റെ ഫോൺ ഞാൻ നോക്കണ്ട, അവരെന്നെ ചാർജ് ചെയ്തോളും, അവരെന്നെ സൂക്ഷിച്ചോളും. ഞാൻ കാണാണ്ട് കഴിഞ്ഞാൽ എവിടെയാണ് ഫോണിന് മാത്രമേ ഉള്ളൂ, അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ. ഒന്നും പേടിക്കണ്ട. അപ്പം അങ്ങനെയാണ് അവസ്ഥ. പക്ഷെ നല്ല മാർക്ക് കൊണ്ടുവരുന്നുണ്ട് സ്കൂളിൽ നിന്ന്, അതുകൊണ്ട് ക്ഷമിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഇതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, പക്ഷേ അത് ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നതിനെ പറ്റി. അതുകൊണ്ട് എന്താ പറയുക, ഇനി അറബിക്കിലും പാകിസ്ഥാൻ ഭാഷ എന്താ പറയുക, ഉറുദുവിലും പല ഭാഷയിലും ഹിന്ദിയിലും എല്ലാം വരേണ്ട പുസ്തകമാണ്. എല്ലാവിധ ആശംസകളും. നമുക്ക് ഉപാസനയെ ഒന്ന് കേൾക്കാം. എനിക്ക് തോന്നുന്നു അനുജ നായരുടെ പുസ്തക പ്രകാശനത്തിന് മനോഹരമായിട്ട് ഉപാസന സംസാരിച്ചിട്ടുണ്ട്. ഉപാസന നമ്മളോട് സംസാരിക്കും. Good afternoon to everyone. First I want to thank Sandesh uncle for allowing me to do this on stage. And ആദ്യത്തെ പുസ്തകം പ്രകാശനാണത്. അപ്പം I'm a bit nervous, but this book is wonderful. Mental health in the digital era. It means children should follow certain rules. There are goods and bads in technology. This term is the book is very reasonable. I love the topic and I wish him the very best for his journey. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ പുസ്തകം എഴുതാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ തന്നെയാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. കാരണം ഇന്നലെയാണ് ഞാൻ ഡോക്ടറെ ആദ്യമായിട്ട് ഒരു ഗീതേച്ചിൻ്റെ തന്നെ പുസ്തക പ്രകാശന വേദിയിൽ വെച്ചാണ് കാണുന്നത്. ആ കണ്ട സമയം മുതൽ ഈ നിമിഷം വരെ ഇത്രയും സുന്ദരമായിട്ട് ചിരിച്ചുകൊണ്ടല്ലാണ്ട് ആ ചിരി ആ മുഖത്തുനിന്ന് മാഞ്ഞു പോയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് സംസാരിക്കാനും എഴുതാനും പറ്റുന്ന ഒരാളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇതിനെക്കുറിച്ച് പറയാൻ പറ്റിയ ഒരാളാണ് ഞാനെന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല. കാരണം ജീവിതത്തിൽ എത്രയോ വട്ടം വീണ് പോയിട്ട് മെന്റലി ഡൗൺ ആയിട്ട് അവിടുന്ന് തിരിച്ച് കയറുന്ന ഓരോ സമയത്തും ശ്വാസം എടുക്കാൻ പാടുപെട്ട് അങ്ങനെ വലിയ മെന്റൽ ട്രോമകൾ താണ്ടി കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമുക്കൊന്ന് കാണണം. ഇത് 4ാമത്തെ എഡിഷനാണ് ഈ ഒരു പുസ്തകം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ആളുകൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആകുലരാണ്, എത്രമാത്രം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട സൗമ്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച്, അതിൻ്റെ ഗുഡ് ആൻഡ് ബാഡ്സിനെ കുറിച്ചിട്ട്. ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഒരു സൈബർ അറ്റാക്ക് നേരിട്ട ഒരു സമയത്ത് മനുഷ്യര് അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യർക്ക് അങ്ങനെ കുട്ടികളോ വലിയവരോ ഒന്നുമില്ല. അവരാദ്യം ശ്രമിച്ചത് എൻ്റെ മോനെ എങ്ങനെ ഇതിലേക്ക് വലിച്ചിടാം എന്നുള്ളതാണ്. അവര് എൻ്റെ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ID തപ്പി ചെന്നിട്ട് അയച്ചു കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട്. കുട്ടീനെ ചീത്ത വിളിക്കുന്നതാണ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മോൻ അങ്ങനെ ഒരു അവസ്ഥയെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പ്രോഗ്രാമിന് കയറാൻ വേണ്ടി, വലിയൊരു പരിപാടിയിലേക്ക് കയറാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപിൽ തുട്ടു എന്നെ വിളിക്കുകയാണ്. ആ സമയത്ത് അവൻ അയച്ചു തന്നു അതിൻ്റെ സ്ക്രീൻഷോട്ട് വായിച്ചിട്ട് പിന്നീട് ഞാൻ പതറിപ്പോയിട്ട് ആ പരിപാടിയിലേക്ക് ഞാൻ പിന്നെ പങ്കെടുക്കുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് പോവുക. പറയുമ്പോൾ കുറച്ച് നെർവസ് ആകുന്നുണ്ട്. അപ്പം ഞാൻ ആ റിസപ്ഷനിൽ ഇരിക്കുക. ഞാൻ പരിപാടിക്ക് കയറിയില്ല. ഞാൻ ആ റിസപ്ഷനിൽ ഇരുന്നിട്ട് ഞാനതിനെ ഹാൻഡിൽ ചെയ്ത ഒരു രീതിയുണ്ട്. എൻ്റെ മകൻ കടന്നുപോയ, കുറേ ദിവസം കടന്നുപോയ ഒരു ട്രോമയുണ്ട്. ഇങ്ങനെ കൂടെ ഒരു ലോകമുണ്ട് ഇതിന് ചുറ്റുമെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. അവൻ്റെ അക്കൗണ്ട് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ നിലപാട് പറയുന്ന സ്ത്രീകളൊക്കെ ആവുമ്പോൾ അവരെ അടിച്ചു വീഴ്ത്താൻ വേണ്ടിയിട്ട്, അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ടൂളായിട്ട് പോലും ചില മനുഷ്യർ, അവരെ ഞാൻ മനുഷ്യരെന്ന് സംബോധന ചെയ്യുന്നില്ല, പക്ഷെ അവരെ ആദ്യം കൈകടത്താൻ ശ്രമിക്കുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളിലൊക്കെ തന്നെ ആയിരിക്കും. പുസ്തകം തീർച്ചയായിട്ടും ഞാൻ വായിക്കും, ഞാൻ എഴുതും, ഡോക്ടറിനെ അല്ലാണ്ടും വന്ന് കാണും. താങ്ക് യു. പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ഞാൻ എല്ലാവർക്കും ഒത്തിരി 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 ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കാരണം ഞാൻ 2 വർഷം മുമ്പ് ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, എനിക്ക് ആരെ കാണുന്നത് ആകെ ഷഹനാസിന് മാത്രം അറിയാം. ഫ്രണ്ട് പറഞ്ഞു ഷഹനാസ് ഒരാളുണ്ട് ഇവിടെ ഒന്നും സംസാരിച്ച് നോക്കുക. പക്ഷെ ഇവിടെ വന്ന് എന്നോട് പറയുമ്പോൾ മോഹൻകുമാർ എന്ന സാറാണ് ചെയ്യുന്നത്, സാറിനെ കാണണം. അപ്പം ഞാൻ
സാറിനെ അന്വേഷിച്ചാൽ അത് ആദ്യം കണ്ട ഗീതേച്ചിനെയാണ്. ഞാൻ ഗീതേച്ചിയുടെ ഗീതേച്ചി. അപ്പൊ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഗീതേച്ചി ആയിക്കോട്ടെ മോൻ സാർ ആയിക്കോട്ടെ, നമുക്ക് പെട്ടെന്ന് ഒരു അടുപ്പം അവരോട് ഫീൽ ചെയ്യും. എന്താണെന്നറിയത്തില്ല, നമുക്ക് എവിടെയോ നമ്മുടെ മുൻ ജന്മത്തിൽ നമുക്കൊരു അടുപ്പം ഉണ്ടായിരുന്നു നമുക്ക് ആൾക്കാരെ പോലെ ഒരു ഫീല്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും ആ ഒരു ഫീൽ എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു അടുപ്പം, ആ ഇന്റിമസി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഗീതേച്ചിയോട് പറഞ്ഞു, ഗീതേച്ചി എന്റെ ഇങ്ങനെ ഒരു അവസ്ഥ ഇതാണ്, എനിക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ സ്ലോട്ട് ഇല്ല. ഗീതേച്ചി ഒന്ന് സാറിനോട് പറയണം. അപ്പൊ ഗീതേച്ചി സാറിനോട് സംസാരിച്ചു. സാറ് അപ്പം തന്നെ പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് വേണ്ട ഒരു പുസ്തകമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സ്ലോട്ട് തരും എന്നുള്ളത് എന്നോട് പറഞ്ഞ് പിറ്റേന്ന് തന്നെ എനിക്ക് അതിനുള്ള സ്ലോട്ട് അറേഞ്ച് ചെയ്തു തന്നു. ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി, കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനം. അപ്പൊ ഞാൻ ഇന്നലെയും പറഞ്ഞു, ഗീതേച്ചിയുടെ പുസ്തകം സ്വീകരിച്ചത് ഇന്നലെ ഉമ്മായപ്പോ സ്വീകരിച്ച ആള് ഞാനാണ്. എല്ലാരും സർപ്രൈസ്ഡ് ആയി പോയി കാണും, ഇങ്ങനെ ഒരാളെയാണോ ഏൽപ്പിച്ചത്. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ കുമ്മായപത്രം നന്നായിട്ട് നോക്കിക്കോളാം കേട്ടോ. അപ്പൊ കാരണം അത്രയും എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്റെ ചേച്ചിയെ പോലെ ഭയങ്കരമായിട്ടൊരു അടുപ്പം ഫീൽ ചെയ്യുന്ന ആണ് ഗീതേച്ചി. അതുപോലെ മോഹൻമാൻ സാറിനൊക്കെ ഭയങ്കരമായിട്ടൊരു അടുപ്പം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം വീണ്ടും വരണം, വീണ്ടും വെറുതെ വരാൻ പറ്റില്ലല്ലോ, അപ്പം പുസ്തകം എഴുതണം. അങ്ങനെ നമ്മളെയൊക്കെ എനിക്കൊന്ന്, ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ഓരോരുത്തരും കണക്ട് ചെയ്യുന്നത്, നമ്മളെ ഓരോരുത്തരെയും ഇവിടെ വരാനും ഇവിടെ പുസ്തകം എഴുതാനും വീണ്ടും പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഇവർക്കുണ്ട്. അതെന്താണെന്നൊന്ന് പറഞ്ഞു തരണം. ഭയങ്കര ഒരു മാസ്മരിക ശക്തിയാണ് അത്. നമ്മളെ വീണ്ടും ഇവിടെ വരാൻ പ്രേരിപ്പിക്കും. ഞാൻ ഈ എഴുതുന്നു പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതാനുള്ളൊരു സ്പാർക്ക് ഉണ്ട്, ഒരു കഴിവുണ്ട്. ഗീതേച്ചി പറയുന്നുണ്ട്, ഇനി ഞാൻ അടുത്ത വർഷം വീണ്ടും എഴുതുമെന്ന് പറയുന്നത് അതുപോലെ എഴുതാൻ പറ്റണം. എന്റെ പുസ്തകത്തെ പറ്റി 2 വാക്ക്. ശരിക്കും ഇത് ചിലർക്ക് ഈ മെന്റൽ ഹെൽത്ത് ഡിജിറ്റൽ എന്നൊക്കെ കാണുമ്പോൾ ഒരു പേടി, ഇതെന്തോ ഒരു അക്കാഡമിക് ബുക്കാണോ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണോ, നെഗറ്റീവ് ആണോ, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലെന്നാണോ പറയുന്നത്, അത് പേടിച്ചിട്ട് പുസ്തകം വായിക്കണോ എന്ന് പേടിയുള്ള ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് പോസിറ്റീവായിട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ ബുക്കിനകത്ത് നമ്മുടെ ജീവിതത്തിലെ ചതിക്കുഴികൾ എന്താന്ന് പറയുന്നുണ്ട്, അപകടങ്ങൾ എന്താന്ന് പറയുന്നുണ്ട്, അതിനുള്ള പരിഹാരവും പറയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി ജനിച്ചാലും അത് കരയുമ്പോൾ ആദ്യം നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് 2-2.5 വയസ്സ് വരെ കുട്ടികൾ കളിച്ച് ചിരിച്ച് ഓടിച്ചാടി നടക്കുകയല്ല ചെയ്യേണ്ടത്. അവർ കണ്ട് കേട്ട് തൊട്ട് മണത്ത് രുചിച്ചറിഞ്ഞ് പഠിക്കണം. നമ്മുടെ 5 സെൻസ് ഓർഗൻസിൽ ഇൻഫർമേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം തീർച്ചയായിട്ടും നമ്മൾ മക്കൾക്ക് കൊടുക്കണം, പക്ഷെ നമ്മളൊപ്പം ഉണ്ടാവണം. കാരണം ഈ പറഞ്ഞ പോലെ പല പോപ്പപ്സ് കയറി വരാം, കുട്ടികൾ അതിലേക്ക് അറിയാതെ തെറ്റിപ്പോകും. അതുപോലെ തന്നെ തൊട്ടുമുമ്പ് ഹണിഭാസ്കർ പറഞ്ഞതുപോലെ കുട്ടികളെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പം, പറ്റിക്കാൻ എളുപ്പം. കാരണം അവരുടെ തലച്ചോറ് വളർന്നു വരുന്നേയുള്ളവർക്ക് ശരി തെറ്റുകൾ തിരിച്ചറിയാത്ത പ്രായം, എളുപ്പത്തിൽ പറ്റിക്കപ്പെടാം. അതൊക്കെ നമ്മൾ കൂടെ കൂട്ടായിട്ടുണ്ടാകുക. ഓക്കെ, ആ ഒരു സാധനം. അതുപോലെ ഡോക്ടർ സൗമ്യ സലിം പറഞ്ഞതുപോലെ ധാരാളം കുട്ടികൾ, ഇപ്പൊ എന്റെ അടുത്ത് വരുന്ന കുട്ടികളുടെ പേരൻസ് പറയുന്നത് എന്താണെന്നറിയോ, സ്കൂളിൽ പോകുന്നില്ല, ഞാൻ യൂട്യൂബ് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളാം, എനിക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ടീച്ചർമാരൊക്കെ എന്ത് പഠിപ്പിക്കുന്നത്, ഇവർക്കൊരു വിവരവും ഇല്ല, ഇവരൊന്നും പഠിപ്പിക്കുന്നില്ല. യൂട്യൂബിൽ ഇതിനേക്കാൾ നന്നായിട്ടുണ്ട്. എന്തിനു ഞാൻ ഈ ടീച്ചർ പഠിക്കുന്ന കേൾക്കാൻ നിൽക്കണം, ബോറടിക്കുന്നു. ക്ലാസ്സിലിരുന്ന് ഉറക്കമാണ് പല കുട്ടികളും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് യൂട്യൂബ് നോക്കി പഠിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിനുള്ള റെസ്പെക്ട് കുറയുന്നു, ഫാമിലി റിലേഷൻഷിപ്പ് കുറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, അവന്റെ അമ്മേനെ ദേഷ്യം വന്നിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നതിന് കൈ അടിച്ചൊടിച്ചു, എന്നിട്ട് നാട്ടുകാർ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പം ഭയങ്കര അറ്റാക്കിംഗ് ബിഹേവിയർ പല കുട്ടികളും കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ കുട്ടികളെ തന്നെ നമ്മൾ വളരെ പോസിറ്റീവ് മക്കളാക്കി മാറ്റുന്നുണ്ട്. ഇവിടെ കാണിച്ച 2 കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ഒരു കുട്ടി നറൂട്ടോ കണ്ടിരുന്നിട്ട് ആ നറൂട്ടോ ചെയ്യുന്ന ആക്ഷൻ ആള് കാണിച്ചത് അതിനകത്ത് ഒക്കെ നമ്മൾ ബ്ലർ ചെയ്താ കാണിച്ചത്. പക്ഷെ രാത്രി കിടന്നിട്ട് കൊല്ലാൻ വരുന്നോന്ന് പേടിച്ചിട്ട് 2-3 ദിവസമായിട്ട് കരച്ചിലും വെള്ളമൊക്കെ ആയിട്ട് തീരെ പറ്റാഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടിരുന്നത്. അപ്പം ഈ പല എന്താ പറയാ ആനിമെ കണ്ടിട്ടും ഗെയിം കളിച്ചിട്ടും ഒക്കെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഈ പുസ്തകത്തിനുള്ളത്. കുഞ്ഞു കഥകളാണ്, കൊച്ചു നുറുങ്ങ് കഥകളാണ്. തീർച്ചയായിട്ടും വായിക്കണം. വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം. മോഹനേട്ടൻ എപ്പോഴും ഇവിടെ ഉണ്ട്. മോഹനേട്ടൻ അവിടെ എന്താ പറയാ ഇന്നലെ വന്ന് കണ്ടിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം മോഹനേട്ടനും ഗീതേച്ചിക്കും ഒത്തിരി നന്ദി. ഒപ്പം അശ്വതി, ജയരാജ്, ഓക്കെ മക്കള് ഉപാസന, ഉജ്വൽ, പിന്നെ ഡോക്ടർ സൗമ്യ സരിൻ. എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ ഭയങ്കര ഫാനായിട്ടുള്ളവരാണ് ഡോക്ടർ സൗമ്യ സരിന്റെ. കാരണം വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ അവരവരുടെ ചെറിയ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നത് എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത്.
അതുപോലെ ഇന്നലെ സോറി ഹണിവാസൻ എന്നോട് ഗീതേച്ചി എപ്പോഴും പറയും, പക്ഷെ നേരിട്ട് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇവിടെ വന്നതിന്. ഷഹനാസ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്വന്തമാണ്, ചങ്സ് ആണ്. ഒപ്പം എന്റെ കസിനൊക്കെ ഇവിടെ ഉണ്ട്, പ്രിയ ഉണ്ട്, ഹസ്ബൻഡ് അനിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റീന, ശ്രീഹരി, അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. എല്ലാവരും ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയുന്നത് ഇതാണ്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി 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 നന്ദി, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. തീർച്ചയായിട്ടും DC ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ബുക്ക് വായിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു. അയ്യോ നമ്മുടെ ഹമീദക്കാരെ മറന്നുപോയി, സോ സോറി. നമുക്ക് വളരെ ഏറ്റവും നെഞ്ചലോട് ചേർന്നിരിക്കുന്ന ആൾക്കാരാണ് ഹമീദിക്കൊക്കെ, ഹമീദിക്കാനെ ഒക്കെ എല്ലാവരും. കുടുംബം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒത്തിരി നന്ദി. എന്റെ കുടുംബം ഇത് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. ഞാൻ 2 കാര്യം കൂടെ പറയാൻ പോയി, സോറി. എന്റെ മോള് ഒഫീഷ്യലി പ്രിയാക്ഷി എന്നൊക്കെ പറയുന്ന സുലിനി, 2 പേരാണ് എന്റെ എഡിറ്റേഴ്സ്. അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. എന്റെ അൺഒഫീഷ്യൽ എഡിറ്റേഴ്സ് എന്റെ മോളാണ് അമേയ, മിയ മോള്. ഓക്കെ, അവളിത് ഓരോന്നും വായിച്ചിട്ട് അച്ഛാ ഇതിങ്ങനെയല്ല, ഇതിങ്ങനെ മാറ്റി, ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അവർക്ക് എത്താൻ പറ്റിയില്ല, അവരെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി, ഞാനേലും പറയാൻ വിട്ടു, ക്ഷമിക്കണം. ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. ഉജ്ജ്വലിന് നമ്മളോട് 2 വാക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉജ്ജ്വലിന് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. Good evening everyone, my name is Ujjwal Jairaj. Today I'm going to talk about mental health in the digital era. Dr. Sandesh Uncle wrote this book. He is a psychiatrist and a doctor. He is our beloved friend. I hope he does his best in his journey ahead. പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഈ 2 പുസ്തകങ്ങളും ഇന്നത്തെ ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതും നിങ്ങൾ ഓരോരുത്തരും വായിക്കേണ്ടതുമാണ്. വാങ്ങുക, വായിക്കുക, നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.